സത്യത്തിൽ ഞങ്ങളൊക്കെ എല്ലാ കാലഘട്ടത്തിലും സ്ത്രീകളുടെ കൂടുതൽ പ്രാതിനിധ്യം വേണം, വിജയിക്കുന്ന സീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കിടാറുണ്ട്, വാശി പിടിക്കാറുണ്ട്. പക്ഷേ കുറേ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡിലൊരു മാറ്റമുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് കേരളത്തിൻ്റെ നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. എങ്ങനെയായിരുന്നു ആ ഫീലിംഗ്? എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ആ ചെയറിലിരുന്നപ്പോൾ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ട് കയറിയിരിക്കുന്നതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ട്. എന്നാലും എല്ലാവരുടെയും മുഖം പരിചിതമാണെന്നുള്ള ഒരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷനൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരെയും മുഖപരിചയം ഉള്ളത് കൊണ്ടായിരിക്കും ടെൻഷൻ തോന്നിയില്ല. 140-ൽ 11 വനിതാ MLA മതിയോ? എന്ത് തോന്നുന്നു? ഒരു കാരണവശാലും പോരാ. പക്ഷേ കാരണം എല്ലാ കാലഘട്ടത്തിലും സത്യത്തിൽ ഞങ്ങളൊക്കെ എല്ലാ കാലഘട്ടത്തിലും സ്ത്രീകളുടെ കൂടുതൽ പ്രാതിനിധ്യം വേണം, വിജയിക്കുന്ന സീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കിടാറുണ്ട്, വാശി പിടിക്കാറുണ്ട്. പക്ഷേ കുറേ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡിലൊരു മാറ്റമുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറേ കൂടി സ്ത്രീ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടേ മതിയാകൂ എന്നുള്ള അതിന് സ്ത്രീ സംഘടനകൾ തന്നെ ഒരുമിച്ച് നിൽക്കണം. കാരണം ഇതൊരു പൊതുപ്രശ്നമായിട്ട് മാറണം. എന്തിൻ്റെ പേരിലാണ് സ്ത്രീകളെ മാറ്റി നിർത്തുന്നത്? എന്താണ് സ്ത്രീകളുടെ ഒരു കുറവ്? ആരാണ് സ്ത്രീകൾ അവിടെ നിൽക്കട്ടെ എന്ന് തീരുമാനിക്കാൻ ആയിട്ട് വരുന്ന ആളുകൾ? അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളങ്ങ് കണ്ണടച്ച് അങ്ങ് വെച്ച് പോകുന്നത് കൊണ്ടാണ് ഈ സിസ്റ്റം അങ്ങ് തുടർന്ന് പോകുന്നത്. ഞാൻ പറയുന്ന എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകൾ ഇക്കാര്യത്തിൽ ഒന്നിക്കണം. സ്ത്രീകളുടെ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാവണം. കേരളം തന്നെ അതിന് മാതൃകയും കാണിച്ചു കൊടുക്കണം.